റോമാലേഖനം 8-ാം 16-ാമത്തെ വചനം. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നാം ദൈവമക്കളാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് കൂടെ സാക്ഷ്യം പറയുന്നു. ഓരോ ദിവസവും നാം ജീവിക്കുമ്പോൾ ഈ ദുഷ്ടഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ള ദൈവകൃപ നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ് എന്ന് കൂടെ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് ഓർപ്പിക്കും. നാം യാത്ര ചെയ്യുമ്പോൾ, ഏകാന്തമായി ഭവനത്തിലായിരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മധ്യത്തിൽ നാം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അല്ലയോ പ്രിയ സഹോദര, പാസ്റ്ററെ, താങ്കളൊരു ദൈവത്തിന്റെ പൈതലാണ്. പ്രിയ സഹോദരി, താങ്കളൊരു ദൈവത്തിന്റെ പൈതലാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാക്ഷ്യം പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ തരാൻ ഇടയാകുന്നു. പാപത്തെ സ്നേഹിക്കാനിടയാകാതെ നമ്മെ സൂക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു ശബ്ദം നാം കേൾക്കാറുണ്ടോ? നീ ഒരു ദൈവത്തിന്റെ പൈതലാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു മാർദ്ദവമുള്ള ശബ്ദം. അത് കേൾക്കണം. അതാണ് ഏറ്റവും അമൂല്യമായത്.